എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ DJ മ്യൂസിക് ഇഷ്ടപ്പെടുന്ന ആളാണോ? അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പുതിയ DJ മ്യൂസിക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. എഡ്ജിങ് മിക്സ് എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വളരെ മനോഹരമായ DJ മ്യൂസിക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അതെങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് ആണ് കാണാൻ കഴിയുന്നത്. ഇവിടെ നിങ്ങൾക്ക് 2 വ്യത്യസ്ത ട്രാക്കുകൾ ആഡ് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. ട്രാക്ക് 1 ആഡ് ചെയ്യുന്നതിനായി ഇടതുഭാഗത്ത് മുകളിലായി കാണുന്ന മ്യൂസിക് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലുള്ള ട്രാക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ കഴിയും. കോപ്പിറൈറ്റ്സ് പ്രോബ്ലം ഉണ്ടാകാൻ ഇടയുള്ളതുകൊണ്ട് ഞാൻ ഒരു നോൺ കോപ്പിറൈറ്റ് ആയിട്ടുള്ള മ്യൂസിക് സെലക്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് കാണാം ആ ഒരു ട്രാക്ക് ഇവിടെ ആഡ് ആയിരിക്കുന്നു. ഇനി ട്രാക്ക് 2 സെലക്ട് ചെയ്യുന്നതിനായി വലതുഭാഗത്ത് മുകളിലുള്ള മ്യൂസിക് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അവിടേക്കും ഞാൻ അതുപോലൊരു ട്രാക്ക് ആഡ് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം 2 ട്രാക്കും ആഡായിരിക്കുന്നു. ഞാനിതിൻ്റെ വോളിയം അല്പം കുറച്ച് വയ്ക്കുന്നു. ഇനി ആ 2 ട്രാക്കും ഞാൻ പ്ലേ ചെയ്യുന്നു. നിങ്ങൾക്ക് കാണാൻ കഴിയും ആ 2 ട്രാക്കും ഒരേ സമയം പ്ലേ ആയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് മധ്യഭാഗത്തായി കാണുന്ന കീ ഉപയോഗിച്ചുകൊണ്ട് 2 ട്രാക്കുകളുടെയും വോളിയം സെപ്പറേറ്റ് ആയി കൺട്രോൾ ചെയ്യാൻ കഴിയും. ഇടതുഭാഗത്ത് കാണുന്ന വോളിയം കീ ഉപയോഗിച്ചുകൊണ്ട് ഫസ്റ്റ് ട്രാക്കും വലതുഭാഗത്തായി കാണുന്ന വോളിയം കീ ഉപയോഗിച്ചുകൊണ്ട് സെക്കൻഡ് ട്രാക്കിൻ്റെയും വോളിയം നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. ഇനി നിങ്ങൾക്ക് മധ്യഭാഗത്ത് താഴെയായി കാണുന്ന ബാലൻസ് കീ ഉപയോഗിച്ചുകൊണ്ട് 2 ട്രാക്കുകളും ബാലൻസ് ചെയ്യാൻ കഴിയും. ഇനി നിങ്ങൾക്ക് 2 ട്രാക്കുകൾക്കും സെപ്പറേറ്റ് ആയി ഈക്വലൈസർ ആഡ് ചെയ്യാൻ കഴിയും. അതിനായി 2 ട്രാക്കുകളുടെയും താഴ്ഭാഗത്തായി കാണുന്ന EQ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഈക്വലൈസർ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. ഞാനതിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നു. കൂടാതെ നിങ്ങൾക്ക് ഇതിലേക്ക് എഫക്ട്സുകൾ ആഡ് ചെയ്യുന്നതിന് FX എന്ന കീ പ്രസ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് വ്യത്യസ്ത തരം എഫക്റ്റുകൾ ആഡ് ചെയ്യാൻ കഴിയും. ഫിൽട്ടർ, ലൂപ്പ്, റിവേഴ്സ്, എക്കോ, റിവേർബ് തുടങ്ങിയ ഒട്ടനവധി എഫക്ട്സ് നിങ്ങൾക്കിതിലേക്ക് ആഡ് ചെയ്യാൻ കഴിയും. ഇനി നിങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഈ ഒരു മ്യൂസിക് റെക്കോർഡ് ചെയ്ത് സേവ് ചെയ്യുന്നതിനായി മുകളിൽ കാണുന്ന റെക്കോർഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഇനി നിങ്ങൾക്കിത് സേവ് ചെയ്യുന്നതിനായി റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിച്ച അതേ കീയിൽ വീണ്ടും പ്രസ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു മ്യൂസിക്കിന് ഒരു നെയിം കൊടുക്കാൻ കഴിയും. ഞാനിവിടെ ഡെമോ എന്ന് കൊടുക്കുന്നു. ആർട്ടിസ്റ്റ് നെയിം വേണമെങ്കിൽ നൽകാം. അതും ഞാൻ ഡെമോ എന്ന് തന്നെ നൽകുന്നു. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടാഗ് നൽകാൻ സാധിക്കും. അതിൽ ഞാൻ DJ എന്ന് നൽകുന്നു. അതിനുശേഷം ഡൺ കൊടുക്കുന്നു. ഇനി നിങ്ങൾക്ക് താഴെയായി കാണുന്ന ഷെയർ MP3 എന്നതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കിത് നിങ്ങളുടെ വാട്സപ്പിലേക്കോ
ഗൂഗിൾ ഡ്രൈവിൽ സേവ് ചെയ്തെടുക്കാൻ കഴിയും. ഞാനിവിടെ ഗൂഗിൾ ഡ്രൈവ് സെലക്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് കാണാം ആ ഒരു ഫയൽ ഗൂഗിൾ ഡ്രൈവിലേക്ക് കോപ്പി ആയിരിക്കുന്നു. അതിനുശേഷം സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു മ്യൂസിക് ഫയൽ ഗൂഗിൾ ഡ്രൈവിലേക്ക് അപ്ലോഡ് ആവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ആ ഒരു മ്യൂസിക് ഫയൽ ഗൂഗിൾ ഡ്രൈവിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുന്നതിന് സാധിക്കും. നിങ്ങൾക്ക് ഗൂഗിൾ ഡ്രൈവ് എങ്ങനെ ഉപയോഗിക്കാം, അതിൽ നിന്നും എങ്ങനെ ഈ സോങ് ഡൗൺലോഡ് ചെയ്തെടുക്കാം, ഇതിനെക്കുറിച്ച് അറിയില്ല എങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ ഗൂഗിൾ ഡ്രൈവിനെ കുറിച്ചൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്നും ഇതുപോലുള്ള അറിവുകൾ ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ആ ഒരു ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക.